വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ആയാലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചക്ക കൊണ്ടൊരു ഫലൂഡയാണ്. വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ മധുരം കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ്. അപ്പൊ എന്താ അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴാണ് താത്ത ചക്കയും കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് തോന്നി ചക്ക കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാക്കിയാലോ. അപ്പൊ ചക്കന്റെ സീസൺ ആണല്ലോ, ചക്ക കൊണ്ട് ചെറിയും കളിയാണല്ലോ. അപ്പൊ എന്റെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ചക്ക ഫലൂദ. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, ചക്കന്റെ ചൊളയും കുരുവൊക്കെ വേറിച്ചാണ്ട് കുരു നമ്മള് പുഴുങ്ങാൻ വെച്ചു. അപ്പൊ കുരു കൊണ്ട് പുഡിങ് ഉണ്ടാക്കാൻ ആദ്യം കുരു പുഴുങ്ങാൻ വെച്ചിട്ട് പിന്നെ ചക്കയൊക്കെ അരിഞ്ഞു വെച്ചു. ഞാൻ സെപ്പറേറ്റ് ആക്കി തിരിച്ചു വെച്ചു. ഒന്ന് നമുക്ക് നന്നായി ക്രഷ് ചെയ്യാനും മറ്റേത് നമുക്ക് മുകളിൽ ടോപ്പിംഗ്സ് ആയി ഇടാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ക്രഷ് ചെയ്യാതെ നമ്മൾ മിക്സിയിലിട്ട് നന്നായി ക്രഷ് ചെയ്ത് കൊടുത്തു. ക്രഷ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ മധുരം കുറവുള്ള ചക്കയാണെങ്കിൽ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഷുഗർ പ്രശ്നമില്ലാണെങ്കിൽ ഹണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ജസ്റ്റ് ഞാൻ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ആ അരപ്പ് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. ചൂടാക്കി എടുക്കണം എന്നൊന്നുമില്ല, അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്തുക്കണം. 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കാണ്ട് ഞാൻ അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് അത് ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുത്തു. പിന്നെ അപ്പോഴേക്കും നമ്മളെ ചക്കക്കുരു നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ ചക്കക്കുരുവിന്റെ തൊലി കളയണമെങ്കിൽ കളയാം. ഞാൻ വൈറ്റ് തൊലി കളഞ്ഞു. ഉള്ളിത്തെ ചുവന്ന തവിട് പോലത്തെ ഞാൻ കളഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ നല്ല വൈറ്റമിൻസ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അത് കളഞ്ഞിട്ടില്ല. ഇനി നല്ല ഭംഗിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് കളഞ്ഞു കൊടുക്കും ചെയ്യാം. പിന്നെ ഞാൻ അതിലേക്ക് പഞ്ചസാര ഇട്ട് കുറച്ച് പാൽ ഒഴിച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തു. ഭയങ്കര തിക്കായതുകൊണ്ട് ഇത് അരയണില്ല. അപ്പൊ ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തു. ബ്ലെൻഡ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അത് തിളക്കുമ്പോഴേക്കും നമുക്ക് മറ്റേ സ്റ്റൗവിൽ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ചൈന ഗ്രാസ് കുറച്ച് വെള്ളം പാർന്ന് ഒരുവിധം ചൂടായതിനു ശേഷം ചൈന ഗ്രാസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാലോ പുഡിങ് ഉണ്ടാക്കാനൊക്കെ, അതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ ഒന്നും ചൂടായേക്ക് ഞാൻ ആ ചക്കൻ്റെ പേസ്റ്റ് ക്രഷ് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുത്തു. അത് ശരിക്കൊന്നും ബ്ലെൻഡ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അത് ഒരു കട്ടി പോലെ നിൽക്കണത്. നല്ലോണം ബ്ലെൻഡ് ചെയ്യണത് മിക്സിക്ക് ചെറിയൊരു മൂർച്ച കുറവുണ്ട്, അതുകൊണ്ടാണ്. ഇനി അതിലേക്ക് ടേസ്റ്റിന് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ആ ക്രഷിൽ മധുരം ഞാൻ ചേർത്ത് കുറഞ്ഞു പോയി. അപ്പം ഞാൻ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്തെടുത്തു. കാരണം എനിക്ക് അത്യാവശ്യം നല്ല മധുരം വേണം. നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളെ പുഡിങ്ങിനുള്ളത് സെറ്റായിട്ടുണ്ട്. ഇനി അതിക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്കത് പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുഡിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ചക്കക്കുരു ശരിക്ക് ചില 2-3 പീസസ് ഒന്നും ശരിക്ക് ബ്ലെൻഡ് ആയിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ പെട്ടില്ല, താഴെയുള്ള പീസാ തോന്നുന്നു. ഫ്രിഡ്ജിലോട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കുക. പിന്നെ സെറ്റായതിനു ശേഷം ഇനി നമുക്ക് ഫലൂഡ ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഇട്ടെടുത്തത് കസ്കസാണ്. ഞാൻ കസ്കസ് ഇല്ലാണ്ട് ഞാൻ ചിയാ സീഡാണ് എടുത്തത്. രണ്ടും ഒന്നാണോന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ സേമിയം ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചിരുന്നു, അതും ഇട്ട് കൊടുത്തു. പിന്നെ അതിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ചക്കൻ്റെ ക്രഷില്ലേ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്ന അതും ഇട്ടുകൊടുത്തു. ഇനി ജസ്റ്റ് നമ്മൾ ആ ചക്കൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു, ചക്കൻ്റെ ഐസ്ക്രീമും വേണേ. അപ്പോൾ ജസ്റ്റ് അത് മുകളിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ചക്കൻ്റെ ഐസ്ക്രീം സ്പൂണൊക്കെ മക്കളെ കയ്യിൽ, പുഡിങ്ങൊക്കെ മക്കൾ വാരി വലിച്ച് അവർ കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അതെല്ലാം വീഡിയോ എടുക്കാണ്ട് സെറ്റ് ചെയ്തപ്പോൾ തന്നെ അവരത് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഐസ്ക്രീം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചക്ക അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു, അപ്പോൾ അത് മുകളിലൂടെ കുറച്ച് ഇട്ടുകൊടുത്തു. പിന്നെ നമ്മൾ ചക്കൻ്റെ ക്രഷും ആഡ് ചെയ്ത് കൊടുത്തു. ചക്കൻ്റെ പൾപ്പ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലൂടെ ചക്ക പീസാക്കി വെച്ചത്
നുറുക്കി വെച്ചതുണ്ട്. അതും മുകളിലൂടെ കുറച്ച് ഇട്ടുകൊടുത്തു. നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യാം, കട്ട് ഫ്രൂട്ട്സ് വേണമെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ആ ചക്കൻ്റെ നാച്ചുറാലിറ്റി കിട്ടണമെന്ന് വിചാരിച്ചു, നാച്ചുറൽ ഫ്ലേവർ കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തു. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് സിറപ്പൊക്കെ യൂസ് ചെയ്താൽ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ഡെക്കറേഷന് വേണ്ടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും സേമിയം ഇട്ടുകൊടുത്തു. സേമിയം ഇട്ടുകൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഐസ്ക്രീം ഇട്ടുകൊടുത്തു. പിന്നെ മുറി ഐസ്ക്രീം ഇടണതിൻ്റെ മുന്നേ ചക്കക്കുരുവിൻ്റെ പുഡിങ്ങും ആഡ് ചെയ്ത് കൊടുക്കണം. ചക്കക്കുരു പുഡിങ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മിൽക്ക് മേഡൊക്കെ ഒഴിച്ചും ഒക്കെ സെറ്റായി വന്നപ്പോൾ നല്ല അടിപൊളിയാണ്. മക്കളൊക്കെ വാരി വലിച്ച് കഴിച്ചു, ഭയങ്കര ഇഷ്ടമായിരിക്കണം മിൽക്ക്. പുഡിങ് ഒറ്റയ്ക്ക് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കിട്ടുപോകുന്നുണ്ട് പുഡിങ് ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെക്കണം. പിന്നെ നമ്മളതിൻ്റെ മുകളിൽ കൂടെ ഐസ്ക്രീം ഇട്ട് കൊടുത്തു. കാരണം ഞാൻ കയ്യിൽ കൊണ്ടാണ്, അതിൻ്റേതായ കോലക്കേടുകൾ ഉണ്ടാവും. എൻ്റെ കയ്യിൽ മറ്റേ ഐസ്ക്രീം എടുക്കുന്ന സാധനം എൻ്റെ കയ്യിലില്ല, ഞാൻ ഇല്ലതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക എന്ന് മാത്രം. പിന്നെ അതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തു. അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ് 2 വെച്ച് കൊടുത്തു. പിന്നെ ചെറീസും വെച്ച് കൊടുത്തു. സംഭവം ചെറീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ മക്കള് മറ്റേ തലക്കെ കുത്തിർന്ന് ഓരോരുത്തർ തോണ്ടി തിന്നിട്ടും അല്ലാതെയും ഒക്കെ വെജാക്കി. അവർക്ക് മക്കളെ പണ്ട് എല്ലാവരും പ്രായം അതല്ലേ. അപ്പോൾ നമ്മളെ കൊതിയൂറും ചക്കഫലൂട റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. രുചിയില്ല ഒരാളിവിടെ ഉണ്ട്. കൊച്ചിപ്പാറു എങ്ങനുണ്ട്? സൂപ്പർ. ഇഷ്ടായോ? എന്നാ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ, ഷെയർ ചെയ്യാ, ടാറ്റാ ബൈ പറഞ്ഞ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.